വജ്ര രചന ഹിമാനവി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. എന്നോട് പൊറുക്കണേ മോനെ, വാശിയായിരുന്നു എനിക്ക് നിന്റെ അപ്പച്ചനോട്. എന്നെ നോട്ടം കൊണ്ട് പോലും പരിഗണിക്കാതെയുള്ള വാശി, ദേഷ്യം, പിന്നെ അത് പകയായി. കാരണം ഒത്തിരി ഇഷ്ടമായിരുന്നു എനിക്ക്. ചിലമ്പിച്ചു പോയിരുന്ന അവരുടെ ശബ്ദം മാത്യൂസ് അവരെ മനസ്സറിഞ്ഞ് നോക്കിക്കൊണ്ട് കെട്ടിപ്പിടിച്ചു. ഇനി നമ്മളെല്ലാവരും ഒന്നല്ലേ, തിരികെ ആരോഗ്യത്തോടെ മടങ്ങിയെത്തണം. എത്തും, ഞങ്ങളെല്ലാവരും കാത്തിരിക്കും. നെറുകയിൽ മുത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു കേട്ട് ആ സ്ത്രീ ഒരിക്കൽ കൂടി പൊട്ടിക്കരഞ്ഞു. ഏട്ടന്മാരും ആദ്യം അച്ഛനൊക്കെ കൂടി ചിത്രയെയും അവർക്കിടയിൽ വലിച്ചിട്ടൊന്നിച്ച് കെട്ടിപ്പിടിച്ച് നിന്നു. ചേടാ, ഇതിപ്പോ ഇവനാർക്കും കാണണ്ടേ? ചിരി കടിച്ചു പിടിച്ച് ബഷീറിനെ തോണ്ടി എബിയെ കാണിച്ചു പറയുന്നേരം മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുന്ന ബഷീറിനെ കണ്ട് പ്രണവ് നെറ്റി വിളിച്ചു. എബിയും വജ്രയും ബഷീറിനെ നോക്കി ചിരി ഒതുക്കി നിർത്തിയിരിക്കുകയാണ്. പ്രതീക്ഷിച്ച ആള് വന്നില്ല അല്ലേ? അങ്ങനെ തന്നെ വേണം. അവിടെ നടക്കുന്ന സ്നേഹപ്രകടനങ്ങൾ കണ്ട് കുശുമ്പുകുത്തി ആ പരിഭവം മുഴുവൻ ബഷീറിന്റെ അവസ്ഥയിലേക്ക് ചൊരിഞ്ഞ എബി. നീ പോള സ്മരണയില്ലാത്ത അലവലാതെ അളിയ, ഇന്ന് വരുന്ന ആള് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെ. ബഷീർ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും സ്നേഹം തിങ്ങി വിങ്ങി നിറഞ്ഞ വിളി കേട്ടു. അപ്പച്ചിയും ആദ്യ അടക്കമുള്ള അമ്മമാരും അപ്പച്ചനൊക്കെയാണ്. എബിയെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചും വീണ്ടും തുടങ്ങിയ സ്നേഹാക്രമണം. മനസ്സുകൊണ്ട് ഹർഷത്തിന്റെ കൊടിമുടിയിലായിരുന്നു എബി. തന്നെയും പപ്പയുടെയും ജീവനായ അമ്മയുടെ ഏക സങ്കടം അത് മുഴുവനായും തുടച്ചു മാറ്റപ്പെട്ട നിമിഷമാണത്. കണ്ണു നിറഞ്ഞിരിക്കുന്ന അവന്റെയും. ഇതാണ് അപ്പച്ചി, നമ്മുടെ എബിമോന്റെ പെണ്ണ് വജ്ര. ആദിത്യൻ വജ്രയെ നീക്കി നിർത്തി പറഞ്ഞു. സന്തോഷവും നാണവും ചമ്മുലൊക്കെ കൊണ്ട് തുടുത്തുപോയിരുന്ന അവളുടെ കവിളുകൾ. എബിക്ക് ആ നിമിഷം അവളുടെ ആ കവിളിൽ മുത്താൻ തോന്നി. പുഞ്ചിരി ഒളിപ്പിച്ചു വെച്ചവൻ അവളുടെ കയ്യിൽ കൈകോർത്ത് വിരലുകൾ അമർത്തി. സുന്ദരി കുട്ടിയാ, എൻ്റെ ചിത്തുവിനെ പോലെ. ഒത്തിരി ഇഷ്ടമായി എനിക്ക്. അപ്പച്ചി തിരിച്ചെത്തിയ ഓണം ഇപ്രാവശ്യം തറവാട്ടിൽ എല്ലാവരും കൂടി ആഘോഷിക്കണം. മോളും കുടുംബവും ഉണ്ടാവണം. പിന്നീട് ആ ചെറുക്കന്മാരെ നിങ്ങൾ രണ്ടുപേരും വന്നേക്കണം. ഇതെന്റെ ഓർഡർ തന്നെയാ, കേട്ടല്ലോ? പ്രണവിനെയും ബഷീറിനെയും കൂടി ഒന്ന് നെറുകയിൽ തഴുകി അവർ പറഞ്ഞു കേട്ട് ഇരുവരും നിറഞ്ഞ സന്തോഷത്തോടെ ചിരിച്ചു. ബഷീറിന്റെ കണ്ണിൽ പൂത്തിരി കത്തിയ പോലെ തിളക്കം കണ്ട് വജ്ര ആശങ്കയോടെ നെടുവീർപ്പിടുമ്പോൾ എബിയും പ്രണവും അർത്ഥം വെച്ച് ചിരിച്ച് ചിരി ഒതുക്കാൻ പാടുപെടുകയായിരുന്നു. അല്ല, എന്റെ സ്വാതിമോൾ എവിടെ? വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ അവള്. സ്നേഹപ്രകടനങ്ങൾക്ക് വിരാമം വീണ ശേഷമാണ് ചിത്രക്ക് പെട്ടെന്നത് ഓർമ്മ വന്നത്. ആ, അങ്ങനെ ചോദിക്കുക ചിത്രാമേ, ഇവളിത് ഏത് ഉഗാൺ? ഒരുമിച്ച് ഒരു ബെഡിനരികിൽ നിന്ന് അവർ 4 പേർക്കും കേൾക്കാൻ മാത്രം പിറുവിറുത്ത ബഷീർ പറഞ്ഞു പൂർത്തിയാക്കാതെ വാതിൽക്കലേക്ക് നോക്കി. വയലറ്റ് പ്ലെയിൻ ചുരിദാർ അണിഞ്ഞ് വളരെ സുന്ദരിയായി പുഞ്ചിരിയോടെ ചിത്രയെയും ബാക്കി കുടുംബക്കാരെയും നോക്കി നിൽക്കുന്ന സ്വാതി. പടച്ചോനെ, ഇവളെന്നെ കൊല്ലും. നെഞ്ചിൽ കൈവച്ച് ശബ്ദമടക്കി പറഞ്ഞവനെ 3 ആളും കൂടി ചെറഞ്ഞു നോക്കി. മോൻ ചുമ്മാതെ മനക്കോട്ടേട്ടണ്ട, അവള് കമ്മിറ്റഡ് ആണെന്ന് ആർക്കറിയാം? വജ്ര ചുണ്ടുകൊട്ടി പറഞ്ഞു കേട്ട് ബഷീർ കണ്ണൂറുക്കെ നോക്കി. എബിയും പ്രണവും തലതാഴ്ത്തി ചിരിയൊതുക്കിയിരിക്കുകയാണ്. അവിടെ സ്വാതിയും മാത്യൂസും ചിത്രയും അപ്പച്ചിയും ഒക്കെ 3 റൗണ്ട് സ്നേഹപ്രകടനം ആരംഭിച്ചതിന്റെ തിരക്കിലും ബഷീർ ഇടം കണ്ടിട്ട് സ്വാതിയെ നോക്കി വശ്യമായെന്ന് ചിരിച്ചു. സംസാരത്തിനിടയിലും അവളുടെ കണ്ണുകൾ എണ്ണമറ്റ തവണ ബഷീറിലേക്ക് പാഞ്ഞു വന്നെത്തി നോക്കുന്ന കണ്ട് വജ്രയുടെ കണ്ണ് മിഴിഞ്ഞു പോയി. പ്രണവിന് എബിക്കും ഞെട്ടിലുണ്ടായിരുന്നതും സത്യം. അവളുടെ കീഴ്ത്താടിയോട് ചേർന്ന് കഴുത്തിലേക്ക് ഇറങ്ങിക്കിടക്കുന്ന കുറച്ച് തിക്കായി തോന്നുന്ന ബ്രൗൺ അടയാളം കണ്ടാവും. വീണ്ടും അടക്കി പിടിച്ച ബഷീറിന്റെ ചോദ്യം. 3 ആളും ഞെട്ടി സ്വാതിയുടെ മുഖത്തേക്കും ബഷീറിന്റെ മുഖത്തേക്കും മാറി മാറി നോക്കി. ശരിയാണ്, കീഴ്ത്താടിക്കരികിലായി മറുക പോലെ എന്തോന്ന് നീളം കുറഞ്ഞ ഇത്തിരി മാത്രം വണ്ണമുള്ള ഒരു വര പോലെ കാണുന്നുണ്ട്. അവിടെ എത്രയെന്ന് എനിക്ക് അവൾക്ക് അറിയാത്ത തവണ ഞാൻ എൻ്റെ സീൽ വെച്ചിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ്. അബോധാവസ്ഥയിൽ നിന്ന് ബോധത്തിലേക്ക് എത്തിയപ്പോഴും മറക്കാതെ ആ അടയാളം എൻ്റെ കണ്ണിലുണ്ടായിരുന്നു. റീവൈൻഡ് അടിച്ച് കണ്ട് ഞാനത് ഓർത്തെടുത്തു എന്നതാ കറക്റ്റ്. പൊന്നുമോളെ വജ്രക്കുട്ടി, നിന്റെ നാത്തൂൻ സ്വാതി മാളിയേക്കലിനെ പുത്തേടത്ത് റഹ്മാൻ സാഹിബിന്റെ മകൻ ബഷീറിനെ കെട്ടും. മറ്റാർക്കും അവൾക്ക് മേൽ അവകാശം അവൾ ഇന്നുവരെ കൊടുത്തിട്ടില്ലെന്നും ഇനി കൊടുക്കില്ലെന്നതേ ആ മുഖത്ത് എഴുതി വെച്ചിരിക്കുന്ന ഏട്ടന്റെ കുട്ടി കണ്ടില്ലേ? സോ നമുക്ക് കെട്ടുപ്രായമാകുമ്പോ ഇതൊന്ന് കരക്കടിപ്പിക്കാനുള്ള സഹായം ചെയ്യാൻ നിന്റെ ഈ വെട്ടുപോത്തിനോടും പ്രണവ് മുതലാളിയോടും പറഞ്ഞ് വേണ്ടത് ചെയ്യിപ്പിക്കണം. അതാണ് എന്നോട് പറയാതെ പ്രേമിച്ചുള്ള ശിക്ഷ, കേട്ടല്ലോ? അയ്യടാ. 3 കൂടി ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് ചിരിച്ചവും എല്ലാവരുടെയും ശ്രദ്ധ അവരുടെ നേർക്കായി. എബിയും വജ്രയും പ്രണവും ധൃതിയിൽ മറ്റെന്തോ സംസാരത്തിലേക്ക് പോയതുപോലെ കാണിച്ചപ്പോൾ സ്വാതി ആദിത്യന്റെ മറവിൽ നിന്ന് ബഷീറിന് ഇടം കണ്ടിട്ട് നോക്കുകയായിരുന്നു. പുരികമുയർത്തിയും താഴ്ത്തിയും ചലിപ്പിച്ച് കുസൃതി ചിരിയിരിച്ചു അവൻ. യാദൃശികമായി കഴിഞ്ഞ ദിവസം ഷോപ്പിംഗ് മാളിൽ വെച്ച് അനിയത്തിയുടെ കൂടെ വന്ന ബഷീറിനെ കണ്ട് ജാളിതയോടെ നിന്നുപോയതും അനിയത്തിയെ പിടിച്ചു വലിച്ച് ഓടി വന്ന് പരിചയപ്പെടുത്തിയതും തന്റെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരിയുടെ ചേച്ചിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ടാണ് പാത്തു എന്ന ബഷീറിന്റെ അനിയത്തി എന്ന് അറിഞ്ഞതും പിന്നീട് 4 പേരും കൂടി ഒരു കോഫി ടേബിളിലേക്ക് നീങ്ങിയതും സംസാരിച്ചതും പരസ്പരം നോക്കിയപ്പോഴേക്കോ മതിമറന്നിരുന്നു. അവസാനം ബൈ പറഞ്ഞ് പിന്തിരിഞ്ഞു പോകുന്നേരം നെഞ്ചിനകത്ത് തോന്നിയ നീറ്റലും
അവസാനം കൂട്ടുകാരി മറ്റൊരു കടയിലേക്ക് കയറി നേരം അരികിൽ വന്ന് മൂളിയ ആ വരികളും നാളിതുവരെ അറിയാത്ത അനുഭൂതിയോട് അവൾ ഓർത്തെടുത്തു. ഇക്ക, ഞാൻ നിങ്ങളെ പ്രണയിച്ചു തുടങ്ങിയാണോ? കണ്ണുകളിൽ ആ ചോദ്യം എഴുതി അവന്റെ കണ്ണിലേക്ക് തൊടുത്തു വിടുമ്പോൾ സ്വാതിയുടെ ഉള്ളം വിറക്കുന്നുണ്ടായിരുന്നു. അതെ, അങ്ങനെ മാത്രം പറയാനാണ് എനിക്കിഷ്ടം. ഇനി ഏത് കൊടുങ്കാറ്റടിച്ചാലും പ്രളയം വന്നാലും ഭൂമി പിളർന്നു തന്നെ പോയാലും എനിക്ക് തന്നെ വേണമെന്നിപ്പോൾ വാശി പിടിച്ചു തുടങ്ങിയ എൻ്റെ ഹൃദയത്തോട് അതേ തീവ്രതയിൽ ചേരാൻ നിന്റെ ഹൃദയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നാവും. നിന്റെ ധൈര്യം, അതാണ് എനിക്ക് വേണ്ട മൂലധനം. പുഞ്ചിരിയിൽ ഒളിപ്പിച്ചു വെച്ച് കണ്ണുകളിലൂടെ അവൻ ആ മറുപടി എഴുതിയ കുറിമാനം ആളുടെ ഹൃദയത്തിലേക്ക് കൈമാറി. ഓണനിലാവുകളിലേക്ക് വന്നെത്തി നിൽക്കുകയാണ് പ്രകൃതി. സന്തോഷത്തിന്റെ സമൃദ്ധിയിലേക്ക് ഊളിയിട്ടുകൊണ്ട് 4-5 മാസങ്ങൾ പാഞ്ഞു പോയത് എത്ര വേഗം. എബിയും വജ്രയും പ്രണയും ബഷീറും ഒക്കെ ഫൈനൽ ഇയറിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞുപോയ ദിവസങ്ങളും മാസങ്ങളുമൊക്കെ അവർക്ക് സ്വപ്നതുല്യമായിരുന്നു എന്ന് പറയാം. വജ്രയുടെയും എബിയുടെയും പ്രണയം പൂർണ്ണ മനസ്സോടെ ഇരു കുടുംബങ്ങൾ അംഗീകരിച്ചതിന് ശേഷമുള്ള ആ നാളുകൾ എബിയുടെ നെഞ്ചിൽ അവൻ അത്രനാൾ അടക്കി പിടിച്ചു വെച്ച സ്നേഹം മുഴുവൻ യാതൊരു ധൈര്യവുമില്ലാതെ, യാതൊരു ഭയവുമില്ലാതെ ആ കണ്ണുകളിലൂടെ, ആ ചിരിയിലൂടെ അവളിലേക്ക് പ്രവഹിക്കുമ്പോൾ, സങ്കോചം ഏതുമില്ലാതെ ചേർത്തു പിടിക്കുമ്പോൾ ഹൃദയം നിറഞ്ഞു കവിഞ്ഞ് തളർന്നു പോകും വജ്ര. തമ്മിലുള്ള പിണക്കങ്ങൾ നൈമിഷികമാണെങ്കിൽ കൂടി ഇനി പിണങ്ങരുത് രണ്ടും കൂടിയെന്ന് സ്നേഹത്തോടെയാണെങ്കിൽ പോലും കൃത്രിമ ദേഷ്യവും ഗൗരവവും ഭാവിച്ച് ശാസിക്കാറുള്ള പ്രണവിനെ കാണാൻ വേണ്ടി മാത്രം വെറുതെയാണെങ്കിൽ കൂടി പിണക്കം നടിക്കാറുണ്ടവർ. തങ്ങൾക്കിടയിൽ അവനെന്നും തങ്ങളുടെ സ്വന്തമായി സാന്ത്വനമായി അളവറ്റ സ്നേഹത്തോടെ നിൽക്കുന്ന കാണാനുള്ള കൊതി അത്രമേലായിരുന്നു ഇരുവർക്കും. പ്രണവ് എന്നത് കരുതലിന്റെ, സ്നേഹക്കാവലിന്റെ കരുത്തുള്ള തൂണുപോലെ എബിക്കും ബഷീറിനും വജ്രക്കും ചുറ്റും ശക്തമായി നിലകൊള്ളുന്ന കാഴ്ചയായിരുന്നു ആശുപത്രിവാസം കഴിഞ്ഞവൻ ഉയർത്തിയെഴുന്നേറ്റ് മുതൽ എല്ലാവരും കണ്ടത്. ബഷീറിന്റെ കൽബിൽ മറ്റൊരുവൾക്ക് കൂടി അനിഷേധ്യമായ സ്ഥാനം കൈവന്ന നാളുകൾ കൂടിയായിരുന്നു അത്. സ്വാതിയോടുള്ള പ്രണയം പൂത്തു തളിർത്ത് ഇനി അവൾ കൂടിയില്ലാതെ തനിക്ക് സ്വപ്നങ്ങളോ സന്തോഷമോ ഒരു ജീവിതമോ ഉണ്ടാവില്ലെന്ന കാഠിന്യത്തിലേക്ക് അവന്റെ ഇഷ്ടം വളർന്നു വലുതായപ്പോൾ സ്വാതിയും അതേ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. പരസ്പര ഇഷ്ടം തുറന്നു പറഞ്ഞിട്ട് 2 മാസമേ ആയിട്ടുള്ളൂവെങ്കിലും അതിനേക്കാൾ എത്രയോ മുമ്പ് തന്നെ മനസ്സുകൊണ്ട് അവർ ഒന്നായിരുന്നു. ആകസ്മികമായി കണ്ടിരുന്ന കണ്ടുമുട്ടലുകൾ പിന്നീട് ആഗ്രഹിച്ചുകൊണ്ടുള്ള കൂടിക്കാഴ്ചകളിലേക്ക് വഴിമാറിയതും വളരെ പെട്ടെന്നായിരുന്നു. എബിയും പ്രണവും കട്ട സപ്പോർട്ടായി കൂടെ നിന്നെങ്കിലും വജ്രയ്ക്ക് നല്ല ഭയം തോന്നിയിരുന്നു. കാരണം തങ്ങളുടെ പ്രണയബന്ധത്തേക്കാൾ കോളിളക്കം സൃഷ്ടിക്കുന്നതായിരിക്കും ബഷീറും സ്വാതിയും തമ്മിലുള്ള സ്നേഹമെന്ന തിരിച്ചറിവുണ്ടാക്കുന്ന പേടി ചെറുതായിരുന്നില്ല. സാമുദായിക പ്രശ്നങ്ങളിലേക്കും നാടിന്റെ ക്രമസമാധാനത്തിലേക്കും ആ ഇഷ്ടം ആളിപ്പടരുമെന്ന് അവൾക്കറിയാം. പക്ഷേ ബഷീറിന്റെ കാര്യത്തിൽ സ്വാതിക്കുള്ള ധൈര്യം ഞെട്ടിച്ചു കളഞ്ഞു എന്ന് വേണം പറയാൻ. ആരില്ലെങ്കിലും ഈ ലോകം തന്നെ ഇനി എതിർത്താലും എന്റെ അച്ഛൻ മാളിയേക്കൽ ആദിത്യൻ എന്റെ ഒപ്പം ഉണ്ടാവുമെന്ന് അവൾ പുഞ്ചിരിയോടെ അത്രമേൽ ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് ചുറ്റിപ്പിടിച്ച നേരം വജ്രയുടെ ഉള്ളിൽ ആദി കുറച്ച് കുറഞ്ഞു. നിങ്ങളുടെ ബഷി അങ്ങനെ ആർക്കെങ്കിലും വിട്ടുകളയാൻ പറ്റുമോ ചേച്ചി? ഈ സജ്ജം നിങ്ങൾക്കിരുന്ന സ്നേഹം കഴിഞ്ഞൊരു ഇത്തിരിയാണെങ്കിലും ഇഷ്ടം എനിക്ക് തന്നാൽ മതി ആ കള്ളത്തെമ്മാടി. എന്നാലും അത്രയും ഹാപ്പി ആയിരിക്കും ഞാൻ. നിങ്ങളുടെ 4 പേരെയും സ്നേഹക്കൂട്ടിലേക്ക് എന്നെ കൂടി ചേർത്ത് മുറുക്കി പിടിച്ചേക്കണം. അത്രയും ഇഷ്ടം എനിക്ക് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പും സ്നേഹവും. ഹൈ, എന്ത് രസമാണ് നിങ്ങളെല്ലാം ചേർന്ന് നിൽക്കുന്നതിനെ കാണാൻ. ഇക്ക ചിരിക്കുന്ന കാണാനാണ് ഏറ്റവും ഇഷ്ടം. ഇത്ര 5 സെക്കൻഡ് ആ ചിരി, ഉള്ളു തുറന്ന് ചിരിക്കുന്ന ചിരി. കണ്ണിറുക്കി ചിരിച്ചുകൊണ്ട് ചമ്മലൊതുക്കി പിടിച്ച അവൾ പറഞ്ഞു കേട്ട് മാളിലെ ഷോപ്പിലിരുന്ന് ആൾക്കൊപ്പം കുസൃതിയോടെ ചിരിച്ചുപോയി. വജ്രയുടെ ഉള്ളാകെ മഞ്ഞ് പൊതിഞ്ഞൊരു സുഖം തോന്നിപ്പോയി. സ്വാതിയോട് സംസാരിക്കണമെന്നും തന്റെ ഉള്ളിലെ ആശങ്കയൊക്കെ തീർക്കണമെന്നും പറഞ്ഞ് എബിയെയും പ്രണവിനെയും കൂട്ടി ബഷീറിനൊപ്പം വന്നതായിരുന്നു. തങ്ങൾക്ക് സംസാരിക്കാൻ പ്രൈവസി വന്ന് ഷോപ്പ് കൗണ്ടറിലേക്ക് 3 പേരും കൂടി പോകുമ്പോഴും ബഷീറിന്റെ ഇടം കണ്ണിട്ട നോട്ടവും അതിനു പകരം സ്വാതി നൽകിയ നാണകൾ എന്ന പുഞ്ചിരിയും കണ്ടപ്പോൾ തന്നെ ആരാലും അടർത്തി മാറ്റാൻ കഴിയാത്ത പോലെ ഇരുവർക്കുമിടയിൽ വളർന്നു പന്തലിച്ചു പോയെന്ന് പറഞ്ഞ ആ ഇഷ്ടത്തിന് കടലോളം ആഴമുണ്ടെന്ന് അപ്പോഴേ വജ്രക്ക് ഉറപ്പ് വന്ന പോലെയായിരുന്നു. ഒരു ഫാമിലി ലൈഫ് ഉണ്ടാവുകയാണെങ്കിൽ എനിക്കല്ലാതെ മറ്റൊരാൾ ചിന്തിക്കാൻ പോലും എനിക്കിപ്പോൾ കഴിയില്ല ചേച്ചി. എനിക്കെന്നെ വേണ്ടാന്ന് പറയാതെ ഞാൻ എൻ്റെ ഇഷ്ടം വേണ്ടെന്ന് വെക്കുന്ന പ്രശ്നമില്ല. അതിപ്പോൾ ഈ നാട് തന്നെ കത്തെന്ന് പറഞ്ഞാലും മാളിയേക്കൽ ആദ്യം കൂടി ഉണ്ടാകുമ്പോൾ മറ്റൊന്നിനെക്കുറിച്ചും ആരെക്കുറിച്ചും ബോധയിടാവേണ്ട കാര്യമില്ല എനിക്ക്. ആളുടെ ധൈര്യം കണ്ട് അമ്പരക്കാതിരുന്നില്ല വജ്ര. എന്നിരുന്നാലും സ്വാതിയെക്കുറിച്ച് പറയുമ്പോഴും ഓർക്കുമ്പോഴും ബഷീറുടെ മുഖത്ത് കാണാറുള്ള സന്തോഷത്തെക്കുറിച്ച് ഓർത്ത് ആൾക്കുള്ളിൽ വല്ലാത്ത ഹർഷം. കണ്ണിൽ കുസൃതിയും തെളിഞ്ഞു. എബിയുടെ ആദ്യ മാസം സമ്മതിച്ചില്ലെങ്കിൽ അപ്പോൾ സമ്മതിക്കും. ചീത്തപ്പച്ചി ഓർത്ത് വിഷമിക്കാതെ ഒരു നിമിഷം പോലും എൻ്റെ അച്ഛൻ ജീവിച്ചിട്ടില്ല. ഇനി മറ്റൊരു വേർപാട് സഹിക്കാൻ മനുഷ്യന് കഴിയില്ല. എൻ്റെ അച്ഛൻ എന്നേക്കാൾ വലുതല്ല മറ്റൊന്നും. എനിക്ക് ആ കള്ളത്തമ്മാടിയുടെ ബന്ധുക്കൾ ആലോചിക്കുമ്പോഴാണ് ഒരു ചിന്ന അസ്വസ്ഥത. എബിച്ചനും അങ്ങേരും പറഞ്ഞറിച്ച് വെച്ച് എന്നെ നിർത്തി പൊരിക്കാതിരിക്കുന്നൊരു... ആരാണ് ഈ കുരുത്തം കിട്ടവളെ തെമ്മാടി? ഞാനോ?
ഇടിവെട്ടിയ പോലെ പുറകിൽ നിന്ന് ചോദ്യം കേട്ട ആളെ മനസ്സിലാക്കി കണ്ണിറുക്കി അടച്ച് പതിയെ ഇടം കണ്ടിട്ട് സ്വാതി എഴുന്നേറ്റുന്ന് പിന്നിലേക്ക് നോക്കി. ജ്യൂസും സ്നാക്സും കയ്യിൽ പിടിച്ച് കണ്ണുറുക്കി നോക്കുന്നുണ്ട് ബഷീർ. എബിയും പ്രണവും ചിരി കടിച്ചു പിടിച്ച് നടന്നു വന്ന് വജ്രക്ക് അപ്പുറവും ഇപ്പുറവും ഇരുന്നു. അത് പിന്നെ ജ്യൂസ്. വിഷയം മാറ്റിക്കൊണ്ട് അവനിൽ നിന്നും ജ്യൂസ് വാങ്ങി വജ്രയുടെ അടുത്തേക്ക് ചേർ വലിച്ചിട്ട് നീങ്ങിയിരുന്ന് കണ്ണിറുക്കി അടച്ച് സ്ട്രോ വലിച്ചു കുടിച്ചതും ബഷീർ ടേബിളിൽ സ്നാക്സ് അല്പം ശക്തിയിൽ വെച്ച് ആളുടെ ചെവിയിൽ പിടിച്ചു. വിട്ട്, ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഇരുവരെയും കണ്ട് വജ്രയും പ്രണവും ചിരിക്കുമ്പോൾ കൃത്രിമ ദേഷ്യം ഭാവിച്ച് ഷർട്ടിന്റെ സ്ലീവ് ഒന്ന് മേലോട്ട് കയറ്റി ബഷീറിനെ ചെറഞ്ഞു നോക്കി എബി. എന്നെ പെങ്ങളെ വേദനിപ്പിച്ച് അതിന്റെ മുട്ടുകാലി ഞാൻ തല്ലിയെടുക്കും. എന്നെ പോലെ എന്തിനും പോകുന്നൊരു ആങ്ങളെ മുന്നിൽ നിൽക്കുമ്പോ ഹൗ ഡെയർ ടു ഹേർട്ട് ഹർ. അവന് മറുപടിയായി ബഷീറും തിരിച്ചൊന്ന് ചെറഞ്ഞു നോക്കി. എബിയുടെയും അവന്റെയും കണ്ണുകൾ കോർത്തു. സ്വാതി ഞെട്ടിലോടെ നിൽക്കുമ്പോൾ ആ ഞെട്ടിൽ കണ്ടുവന്ന ചിരി മറച്ചു വെച്ച് പ്രണവ് മുഖം സീരിയസ് ആക്കി. വജ്ര കൂർപ്പിച്ച് നോക്കുന്നുണ്ട് മൂന്നെണ്ണത്തിനെയും. എന്റെ വീട്ടിൽ വെച്ച് എന്റെ ഈ ഒന്നും അറിയാത്ത പാവപ്പെട്ട പെങ്ങളെ ഒരു ദയവില്ലാതെ പിടിച്ചു വെച്ച് കിസ്സടിച്ച നിന്നോട് ഇതിന് ഞാൻ അതുപോലൊരു മറുപടി നിന്റെ പെങ്ങളോട് ചെയ്തെണിക്കാൻ എന്റെ ഉപ്പയാണേ എനിക്കൊരു ചമ്മലും തോന്നില്ല. കാരണം ഞങ്ങളുടെ ആദ്യത്തെ മീറ്റിംഗ് തന്നെ സംഭവ ബഹുലമായിരുന്നു. എന്തേ മോൻ മറന്നുപോയോ? സ്വാതി ഒന്നുകൂടി ഞെട്ടി ജാളിതയോടെ ബഷീറിന്റെ കൈ ചെവിയിൽ നിന്ന് ബലമായി വിടുവിച്ച് നാണം ഒതുക്കി പിടിച്ച് തള്ളാഴ്ത്തി ജ്യൂസിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ വജ്രയും വിളറി വെളുത്ത് ആരുടെയും മുഖത്ത് നോക്കാതെ ജ്യൂസ് വലിച്ചു കുടിച്ചു. പ്രണവ് ചുണ്ടുകൂട്ടി പിടിച്ച് ചിരിച്ചുകൊണ്ട് താഴ്ന്നുപോയ വജ്രയുടെ മുഖത്തേക്ക് കുനിഞ്ഞു നോക്കി. ശരിക്കും എന്ന് പതുക്കെ ചോദിച്ചും ആളും എന്റെ കയ്യിൽ നല്ലൊരു അടിയോട് തലതാഴ്ത്തി. എബിയുടെ ചുണ്ടിൽ ചിരിയാമ്പർ നിൽക്കുമ്പോൾ ബഷിക്കും ചിരി അതിലേറെ നിയന്ത്രണം വിട്ടിരുന്നു. പിന്നെ അതൊരു കൂട്ടച്ചിരിയായി. വജ്ര കൊഞ്ഞനം കുത്തുന്നതും ചമ്മലടക്കാൻ പാടുപെടുന്നതും കണ്ട് എബിക്ക് അവൾ ഇറുകെ പുണരാൻ തോന്നി. അന്നത്തെ ആ നിമിഷത്തിന്റെ നിലവ് നെഞ്ചിരിപ്പിലേക്ക് ഇരച്ചെത്തി. ആ ദരങ്ങളിലേക്ക് ചിത്രശലഭമായി പറന്നിറങ്ങാൻ തോന്നിയവന്. യാത്ര പറഞ്ഞ അന്നേ ദിവസം പിരിയുമ്പോൾ ബഷീറും സ്വാതിയും എത്രത്തോളം പരസ്പരം മനസ്സിലാക്കിയിരുന്നുവെന്നും ഇഷ്ടപ്പെട്ടിരുന്നുവെന്നും അവർക്ക് മൂന്നുപേർക്ക് നന്നായി ബോധ്യപ്പെട്ടിരുന്നു. അതിലേറെ സ്വാതിയുടെ നൈർമല്യമുള്ള ആ മനസ്സ് അവരത്രയേറെ സന്തോഷിപ്പിച്ചിരുന്നു. ഞങ്ങളുടെ ബഷിക്ക് ദൈവം ഒരിക്കൽ കൂട്ട് മൂവരും മനസ്സാലെ എണ്ണമറ്റ തവണ പറഞ്ഞുപോയി. പൂമുഖത്തേക്ക് കേൾക്കുന്നൊരാ ഈണത്തിന്റെ അകമ്പടിയോടെ മാളിയേക്കലിലേക്ക് മാത്യൂസിന്റെ എബിയുടെയും കൈപിടിച്ച് കയറുമ്പോൾ ചിത്രയുടെ കണ്ണും മനസ്സും നിറഞ്ഞിരുന്നു. കൂടെ പുഞ്ചിരിയോടെ വജ്രയും പ്രണവും ബഷീറും ഉണ്ട്. പൂമുഖത്ത് വീൽ ചെയറിൽ നിറഞ്ഞ ചിരിയോടെ ഇരിക്കുന്ന അപ്പച്ചിയെ കണ്ട് ചിത്രയുടെ ഉള്ളം വിങ്ങിപ്പോയി. ട്രീറ്റ്മെന്റിന്റെ ഭാഗമായി മുടിയെല്ലാം പൊഴിഞ്ഞു പോയിട്ടുണ്ട്. രൂപമേ മാറിപ്പോയി. പക്ഷെ മുഖത്ത് നല്ല പ്രസരിപ്പുണ്ട്. ചിത്രയുടെ തിരിച്ചുവരവോർത്തുള്ള സന്തോഷമാണ് രോഗത്തിന്റെ കഠിനമായ അവസ്ഥ മാനസിക സമ്മർദ്ദമില്ലാതെ വളരെ കൂളായി നേരിടാൻ അവർക്ക് കഴിഞ്ഞെന്ന് തറവാട്ടിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. ഇന്നലെയാണ് വെല്ലൂരിൽ നിന്ന് ട്രീറ്റ്മെന്റിന്റെ ആദ്യഘട്ടം കഴിഞ്ഞെത്തിയത്. ചിത്രയുടെ അച്ഛനും മൂത്തേട്ടനുമാണ് അത്രയും നാളുകൾ അവർക്കൊപ്പം നിന്നത്. ഇന്ന് എല്ലാവരും ആ പൂമുഖത്തുണ്ട്. മാളിയേക്കലിന്റെ ഏക പെൺതരിയെയും കുടുംബത്തെയും സ്വീകരിക്കാം. ഈ ഓണം അവരെല്ലാം കൂടി പൂർണ്ണമായുള്ള കൂടിച്ചേരലിന്റെ ഉത്സവമാക്കി മാറ്റാൻ ഒരേ മനസ്സോടെ നിൽക്കുന്നു. അപ്പച്ചിയമ്മേ ഓടി വന്ന് മുട്ടൂത്തിയിരുന്ന ആ മുഖമാകെ ഉമ്മ വയ്ക്കുമ്പോൾ അവർ കരഞ്ഞുകൊണ്ട് ചിരിക്കുകയായിരുന്നു. നിറഞ്ഞ മനസ്സോടെ പുഞ്ചിരിയോടെ നിൽക്കുന്ന മാത്യൂസിന്റെ തോളിൽ ചേർത്ത് പിടിച്ച് ആദിത്യനും മറ്റേ ഏട്ടന്മാരും കണ്ണു നിറച്ചുകൊണ്ട് ചിരിയോടെ നിൽക്കുമ്പോൾ ചിത്രയുടെ അച്ഛനും ഏട്ടത്തിമാരും എബിയെയും വജ്രയെയും പ്രണവിനെയും ബഷീറിനും ഒക്കെ സ്നേഹിക്കുന്ന തിരക്കിലായിരുന്നു. പരസ്പരം കെട്ടിപ്പിടിച്ചും പുഞ്ചിരിച്ചും വർഷങ്ങളായിട്ടുണ്ടായിരുന്ന അകൽച്ചയുടെ മഞ്ഞുമല ഉരുകി നിൽക്കുന്നത് കണ്ണു നിറയെ കണ്ടു എബിയും മാത്യൂസും. തെറ്റുകുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് മാത്യൂസിന്റെ തറവാട്ടിലും പോയി. ക്ഷീണിച്ചിരുന്നു ആദിത്യനും അച്ഛനും. ആരുടെ മനസ്സിലും ഒരു കരട് അവശേഷിക്കുന്നില്ല. ഇപ്പോഴെങ്കിലും വേളാങ്കണ്ണിയിലേക്ക് നേരത്തെ യാത്ര തീരുമാനിച്ചു വെച്ചിരുന്നുകൊണ്ട് മാത്രമാണ് അവരാരും ഇന്നിവിടെ ഇല്ലാത്തത്. ഇനി അടുത്ത പള്ളിപ്പെരുന്നാളിന് ആ കുറവ് നികത്തി അടിച്ചു പൊളിക്കാമെന്ന് വാക്ക് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും. മാത്യൂസിന്റെ അപ്പച്ചനും ചിത്രയുടെ അപ്പച്ചമ്മയും തമ്മിൽ കാണാനുള്ള സാഹചര്യം ഉണ്ടായില്ലെങ്കിലും ട്രീറ്റ്മെന്റിന് പോയ നാളുകളിൽ ഒരിക്കൽ അയാൾ അവരെ വിളിച്ചിരുന്നു. ആ ശബ്ദം കേട്ട് നിലവിട്ട് അവർ കരഞ്ഞുപോയ നിമിഷം അയാൾക്ക് നെഞ്ചിലൊരു ഭാരം തോന്നി. വിഷമിക്കരുതെന്നും എത്രയും വേഗം ആരോഗ്യത്തോടെ തിരികെ വരാൻ പ്രാർത്ഥിക്കുമെന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കുമ്പോൾ നാളിതുവരെ അയാൾക്ക് വേണ്ടി ഉള്ളിൽ നിറഞ്ഞിരുന്ന ആത്മസംഘർഷങ്ങൾ, ദേഷ്യം, വാശി എല്ലാം ഇല്ലാതെയായി. ഇപ്പൊ ആ മനസ്സ് തെളിനീര് പോലെ ശുദ്ധമാണ്, നിർവൃതിയിലാണ്. ഈ പാട്ടും മേളൊക്കെ ഒരുക്കി വെച്ചിട്ട് ഈ പെണ്ണിനോടെ പോയി ആദിത്യൻ ചോദിച്ചായിട്ടാണ് ചിത്രയേബിയും വജ്രയൊക്കെ സ്വാതിയോടെ പോയി ഓർത്തെങ്കിലും ബഷീർ അത്ര നേരവും ദേഷ്യവും പരിഭവം കൊണ്ട് മുഖം വീർപ്പിച്ച് തിരയുന്നുണ്ടായിരുന്നു അവളെയെന്ന് അവന്റെ മുഖം കണ്ട് എബിക്ക് മനസ്സിലായതുപോലെ വജ്രക്കും പ്രണവിനും മനസ്സിലായി. കാരണം ചുറ്റും നടക്കുന്ന സംഭാഷണങ്ങളോ സ്നേഹപ്രകടനങ്ങളോ ഒന്നും അവൻ കണ്ടിട്ടേ ഇല്ലെന്ന പോലെ ആ കണ്ണുകൾ എങ്ങോട്ടേക്കോ അലയുകയാണിപ്പോഴും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.